അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തായാലും അർച്ചന ചേച്ചി LLB സീരിയൽ അവസാനിക്കുകയാണ് കേട്ടോ. രുക്കു JKയും അർച്ചനയും കുറിച്ചിട്ട് ഇങ്ങനെ എല്ലാ കഥകൾ പറയണം എല്ലാവരുടെയും മുമ്പിലും കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു എല്ലാ കാര്യങ്ങളും സത്യത്തോടെ വിളിച്ച് പറയണം. എൻ്റെ ചേച്ചി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് രുക്കുവിനെ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ സഹോദരങ്ങൾ ഭയങ്കര സ്നേഹത്തിലാകുകയാണ്. അത് കാണുമ്പോൾ അർച്ചന പറയും, ഞാൻ വളർത്തിയ എൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും വഴിപഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അച്ചുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം കേട്ടോ. അവരതുപോലെ 4 സഹോദരങ്ങളും ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് പരസ്പരം ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. കാരണം അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ, എന്നെ മനസ്സിലാക്കിയല്ലോ എൻ്റെ സഹോദരങ്ങൾ എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ചിന്നുവിനെ കൊല്ലണം, അതാണ് ചന്ദ്രയുടെ ഉദ്ദേശം. കാരണം ചിന്നു ഉള്ള കാരണമാണ് അർച്ചന അവിടെ വന്നിരിക്കുന്നത്. അത് കാരണം ചിന്നുവിനെ എന്തായാലും കൊന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ മഞ്ജുവിനോട് വിളിച്ച് പറയുകയാണ് കേട്ടോ. പിന്നീട് അർച്ചനെ അറിയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചിന്നു മനസ്സിലാക്കുകയാണ് കേട്ടോ. തൻ്റെ അമ്മയാണ് ശരിയെന്നുള്ളത് ചിന്നു മനസ്സിലാക്കുകയാണ്. പിന്നീട് ചിന്നു കോളേജിൽ പോയ സമയത്ത് ഒരു വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. ചിന്നു വേറൊരു തരത്തിൽ മോശപ്പെട്ടതാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിജയശങ്കറിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം രുക്കു പറഞ്ഞതൊന്നും അച്ചു വിശ്വസിച്ചില്ല. രുക്കു ആകെ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ചന്ദ്രകാന്തത്തേക്ക് വരികയാണ് കേട്ടോ. ചന്ദ്രകാന്തത്തിൽ നിന്ന് അർച്ചനയെ അവിടെ നിന്ന് എന്തായാലും കെട്ടിക്കണം എന്നാണ് ചന്ദ്രയുടെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ വിജയശങ്കറിനാകെ മനസ്സമാധാനം ഇല്ലാത്ത രാത്രികളായിരുന്നു. ചന്ദ്രയും ചിന്നും അർച്ചനയും ചിന്നും അവിടെ ഉള്ള കാരണം തന്നെ വിജയശങ്കർ സ്വസ്ഥത കുറവാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ അർച്ചനയോട് പറയുന്നുണ്ട് കേട്ടോ, നീ ഇവിടെ നിന്ന് പോകണം, നീ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം അർച്ചന പറയും, ഞാൻ എന്തായാലും പോകുന്നില്ല, ഇവിടെ തന്നെയാണ് ഇരിക്കാനാണ് ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് വിജയശങ്കർ അർച്ചനയെ തോക്ക് ചൂണ്ടുന്നുണ്ട് കേട്ടോ. തോക്ക് ചൂണ്ടി വെടിവെക്കുകയാണ്. അതേസമയം ആര്യയും ചന്ദ്രയും കൂടി കോണിപ്പടി കയറിയിട്ട് പോകുന്നുണ്ട്. വെടിയൊച്ച കേട്ടിട്ട് അവർ ഓടി പോവുകയാണ് കേട്ടോ. ഏതായാലും അച്ചു അറസ്റ്റ് ചെയ്യാനും വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അച്ചു അറസ്റ്റ് ചെയ്യാനും വരുന്നുണ്ട്. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ക്ലൈമാക്സ് നമുക്ക് കണക്കാക്കാം. എന്തായാലും അർച്ചനയും ചിന്നുവും മരിക്കാൻ പാടില്ല. ഏതായാലും വിജയശങ്കർ സ്വയം വെടിവെച്ചതായിരിക്കാനാണ് സാധ്യത. നമ്മുടെ അർച്ചനയും JKയും ചിന്നുവും കൂടി ഒന്നിച്ച് ജീവിക്കണം, അങ്ങനെ ആയിരിക്കും എപ്പിസോഡിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.